കോളനി വൽക്കരണത്തിൽ നിന്നും പുറത്തു കടന്ന രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ, പോരാട്ട വീര്യത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു മൻസൂർ അലിഖാൻ പട്ടൗഡി അല്ലെങ്കിൽ ടൈഗർ പട്ടൗഡി. ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ കാലയളവായിട്ടും കണക്കാക്കാം, 70കളുടെ ആദ്യമോ 70കളുടെ അവസാനമോ അയൽരാജ്യമായ പാകിസ്ഥാനിൽ സമാനമായൊരു ചുമതല ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു ഇമ്രാൻഖാൻ. ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരുടെ നിരയാക്കി പാകിസ്ഥാൻ മാറുന്നതും ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുന്നതും ലോകകപ്പ് നേടുന്നതുമെല്ലാം ഇമ്രാൻഖാൻ്റെ കാലയളവ്. മതവും പട്ടാള ഭരണകൂടവും സാമൂഹ്യ വ്യവസ്ഥിതിയെ അണിനിമിഷം പിന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു ദൗത്യം അതിനുശേഷം ഏറ്റെടുക്കേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു ഇമ്രാൻഖാൻ. ഒരുപക്ഷെ ഇന്ന് വസീം അക്രം ചെയ്യാൻ ശ്രമിക്കും. ആ ദൗത്യം പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്ത ഒരാളായിട്ടാണ് ഇമ്രാൻഖാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാർ, ഏറ്റവും ഫാസ്റ്റ് ബോളിംഗ് എന്നത് ഏറ്റവും മനോഹരമായ, ഏറ്റവും വൈദഗ്ധ്യവും നിഗൂഢതയും ഒരുപോലെ സമന്വയിക്കുന്ന അതിമനോഹരമായൊരു കലയാണെന്ന് ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസിൻ്റെ വിഖ്യാതമായ ഫാസ്റ്റ് ബോളിംഗ് നിരക്ക് ശേഷം ലോകത്തെ അറിയിച്ചത് പാകിസ്ഥാൻ. ഇന്നും ഈ നിമിഷവും ഉന്നതരായ കായിക താരങ്ങൾ, പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ പാകിസ്ഥാനിൽ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ മതവും, നേരത്തെ പറഞ്ഞ പോലെ മതവും പട്ടാള ഭരണകൂടം ചേരുന്ന വലിയൊരു വ്യവസ്ഥിതിക്ക് മേൽ വിജയം കണ്ടെത്താൻ കഴിയാതെ അവർ സ്വയം പിൻവാങ്ങുകയോ ആ വ്യവസ്ഥയുടെ ഭാഗമാവുകയോ ചെയ്യുന്നുണ്ട്. ഇമ്രാൻഖാൻ ആ വ്യവസ്ഥയെ മാറ്റാൻ ശ്രമിക്കാതെ അതിനോടൊപ്പം ചേർന്ന് പോയാണ്. ഒരുപക്ഷെ ഇവിടെ ഹമീദ് ചേർന്നമംഗലൂരോ എം എൻ കാരശ്ശേരിയോ റിയാദ് ഖത്തരിയോ നയിക്കുന്നതിന് സമാനമായൊരു പോരാട്ടമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന് വേണ്ടി പുരോഗമന സ്വഭാവമുള്ള ആഗോള വ്യക്തിത്വങ്ങളാവുന്ന ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ക്രിക്കറ്റ് സംസ്കാരത്തിന് വേണ്ടി വസീം അക്രം ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന് നേതൃത്വം നൽകേണ്ട ഇമ്രാൻഖാൻ വെറുമൊരു രാഷ്ട്രീയക്കാരനായി അധപതിക്കുന്നത് നമ്മൾ കാണുന്നു. വളരെ വേദനയോടെ ആ മൻസൂർ അലിഖാനിൽ നിന്നും ടൈഗർ പട്ടൗഡിയിൽ നിന്നും ഇമ്രാൻഖാനിലേക്കുള്ള ദൂരമാണ് കേജ്രിവാൾ എന്ന് പറയുന്നത്. ഒരു മൻസൂർ അലിഖാൻ പട്ടൗഡി ആകേണ്ടിയിരുന്ന കേജ്രിവാൾ നമുക്ക് നൽകുന്ന ഒരേ ഒരു ആശ്വാസം ഒരു ഇമ്രാൻഖാൻ ആയില്ല എന്നുള്ളത്. അദ്ദേഹം നൽകുന്ന ഒരേ ഒരു ആശ്വാസമുണ്ട്. ഇന്ന് ഈ നിമിഷം ഇന്ത്യ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ആഘോഷിക്കുന്നത് കേജ്രിവാൾ എന്ന വ്യക്തിയോ ആ വ്യക്തിയുടെ തിരിച്ചുവരവുമാണ്. ഒരു തിരിച്ചുവരവെന്ന് പറയാൻ ഒരിക്കലും കഴിയാത്ത ഒരു സംഭവമാണ് അരങ്ങേറിയത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ, വിശേഷിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അതിനെ കൊണ്ടാടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അർഹിക്കാത്ത ഒരു വിശുദ്ധ പദവി നൽകി കേജ്രിവാളിനെ ഒരു വീരാരാധന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, കേജ്രിവാൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ സംവിധാനങ്ങളെയും വിശ്വാസങ്ങളെയും ഉപയോഗിച്ച് രാഷ്ട്രീയ വിജയം നേടാം എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനത്തോടുള്ള പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ പ്രതിഷേധമാണ് കേജ്രിവാൾ എന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. ആ തിരിച്ചറിവിലേക്കാണ് കേജ്രിവാൾ ആദ്യം എത്തേണ്ടത്. നേരത്തെ പറഞ്ഞ മൻസൂർ അലിഖാൻ പട്ടൗഡിയും ഇമ്രാൻഖാനും തമ്മിലുള്ള ഒരു താരതമ്യം, ഹമീദ് ചേന്ദമംഗലൂരും വസീം അക്രമും തമ്മിലുള്ള താരതമ്യം, ആ താരതമ്യങ്ങളാണ് കേജ്രിവാൾ നടത്തേണ്ടത്. രാമക്ഷേത്രത്തിൽ പോകാതെ ലഭിക്കുന്ന ഹിന്ദു വോട്ടുകൾ, ആഞ്ജനേയ ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് ലഭിക്കുന്ന, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പോകാതെ ലഭിക്കുന്ന മുസ്ലിം വോട്ടുകൾ, ആഞ്ജനേയ ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് ലഭിക്കുന്ന ഹിന്ദു വോട്ടുകൾ,
ഇത്തരമൊരു രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് കെജ്രിവാൾ വീണ്ടും മുന്നോട്ട് പോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമ്രാൻഖാനായി മാറാൻ അധികം സമയം ഇനിയില്ല. ഇത് കെജ്രിവാളിൻ്റെ വിജയമായോ കെജ്രിവാളിൻ്റെ വിജയമായി കൊണ്ടാടുന്നവർക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ, നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ, ദേശാമായി തുടങ്ങിയ മാധ്യമങ്ങൾ, അവർക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട്. അത്തരം കപട വാഴ്ത്തുപാട്ടുകളിൽ മുങ്ങിപ്പോകാതെ തൻ്റെ ചുമതല തിരിച്ചറിയാനുള്ള ഒരു ഔന്നത്യം കെജ്രിവാൾ കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം മൂന്നാമത്തെ ഒരു ബദൽ എന്നുള്ളത് ജനാധിപത്യത്തിന് എപ്പോഴും ആവശ്യമാണ്. അവിടെ വീരാരാധനകൾക്കോ വ്യക്തികൾക്കോ ഒരു പങ്കുമില്ല. അപ്പോഴാണ് ഒരു പുരോഗമന സമൂഹം ഉണ്ടാവുന്നത്, പുരോഗമന ചിന്താഗതി ഉണ്ടാവുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിനെ, സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം വരെ നേടിയ വിൻസ്റ്റൺ ചർച്ചിലിന് ഏറ്റവും കുറവ് ജനപ്രീതി ഉണ്ടായിരുന്നത് സ്വന്തം നാട്ടിലായിരുന്നു. ട്രംപിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർ ഉള്ളത് അമേരിക്കയിലാണ്. ട്രംപിനെ പിന്തുണ ഏത് വരുമ്പോൾ അത് കാണിക്കുന്നത് ജനാധിപത്യ വിശ്വാസങ്ങളോട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ, ഭരണാധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങൾ തങ്ങളുടെ ചുമതല ഏൽപ്പിക്കാൻ, തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ നിയോഗിച്ച ഒരു കൂട്ടം വ്യക്തികൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം അവിടെ ഉണ്ട് എന്നുള്ളത്. അവിടെയും വൈരുദ്ധ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിലിനെ ആരാധിക്കാത്ത ബ്രിട്ടീഷ് സമൂഹത്തിൽ ഇന്നും ഒരു കറുത്തവൻ ഭരണാധികാരിയായിട്ടില്ല. ട്രംപിൻ്റെ പുറത്തു പറയാൻ കൊള്ളാത്ത കേസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് തങ്ങളുടെ സുതാര്യമായ ജനാധിപത്യ സംവിധാനത്തെ അഭിനന്ദനാർഹമായ രീതിയിൽ പുറത്തറിയിക്കുന്ന അമേരിക്കൻ വ്യവസ്ഥിതിയും ഇന്നുവരെ ഒരു വനിതയെ ഭരണാധികാരിയാക്കിയിട്ടില്ല. ഈ വൈരുദ്ധ്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെടുത്താലും ഈ യൂറോപ്പിനോടോ പാശ്ചാത്യ രാജ്യങ്ങളോടോ കിടപിടിക്കാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു സമൂഹമായിട്ടും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ച അപൂർവം ചില സംസ്ഥാനങ്ങളൊന്നായിരുന്നു കേരളം. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്കിന് കെജ്രിവാൾ തീരുമാനമെടുക്കുമോ എന്നിടത്താണ് നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഇടം ഒരു ബദലിന് സാധ്യത ഉണ്ടാകും. ചില പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക്, വിലയിരുത്തലുകളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. വിശേഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭീഷണിയായിട്ട് കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. വീണ്ടും ആവർത്തി ഈ വിഷയത്തിലേക്ക് പറയുന്നില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിത്യധാരണയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിവേക് ഗിലാനിയുടെ ഇൻഫോംഡ് വോട്ടർ എന്ന ഉദ്യമം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആധിപത്യത്തിന് വേണ്ട ഒരു പോരാട്ടത്തിൻ്റെ ചിഹ്നങ്ങൾ. നേരത്തെ പറഞ്ഞ നാട്ടിയോടൊപ്പം മാധ്യമ ശ്രദ്ധ ലഭിക്കാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളോടൊപ്പം ഇതിനോടൊക്കെ ചേർന്ന് പോകാവുന്ന ഉദ്യമങ്ങളാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കഴിഞ്ഞ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാവാൻ നോട്ടയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹം കാര്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യം കേരളത്തിലെ മാധ്യമം, പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവം പോലെ ജനാധിപത്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും വളരെ കുറഞ്ഞ മാധ്യമ ശ്രദ്ധയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയ സാഹചര്യത്തിൽ പോലും വലിയ രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ അവർക്ക് ലഭിക്കുന്നില്ല. നോട്ട പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പോലെ വിവേക് ഗിലാനിയുടെ ഇൻഫോംഡ് വോട്ടർ എന്ന ഉദ്യമം പോലെ ജനാധിപത്യത്തെ സുതാര്യമാക്കാൻ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ, കൂടുതൽ ജനങ്ങളുടെ തീരുമാനങ്ങൾ
കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കൊണ്ടുവരാൻ, ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ടുവരാനുള്ള ഉദ്യമങ്ങളെല്ലാം പകുതി വഴിയിൽ വെച്ച് അവസാനിക്കുന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇവയൊന്നും പക്ഷേ ജനങ്ങളെ വഞ്ചിച്ചവയല്ല. വലിയ രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ ഒന്നിനും വലിയ രീതിയിലുള്ളൊരു പിന്തുണ പൊതുസമൂഹത്തിന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പൊതുസമൂഹങ്ങൾക്ക് വലിയൊരു അവബോധം ഇതിനെക്കുറിച്ചൊന്നും ലഭിക്കുന്നില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ കേജ്രിവാളിൽ നമ്മൾ എത്തേണ്ടത്. ഇമ്രാൻഖാൻ ആവാത്ത കേജ്രിവാളിന് എന്തുകൊണ്ട് മൻസൂർ അലിഖാൻ പട്ടോടി ആവാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോക്പാലും കേജ്രിവാളും അണ്ണാ ഹസാരിയും. ആ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് അലിഞ്ഞു ചേർന്ന ചിരഞ്ജീവിയും കമൽഹാസനുമല്ല. ഇവയെല്ലാം ഒരു ബദലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ജനങ്ങൾ എത്രമാത്രം പരാജയപ്പെട്ടു എന്നുള്ളതിന് തെളിവായി. ഒരുപാട് തെളിവുകളുടെ അതായത് ഒരു മൂന്നാമത്തെ ഒരു ബദൽ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഇതിനെ പലരും ജനങ്ങൾ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും ഫലം കാണാതെ പോയതോടെയാണ് ജനങ്ങൾ വീണ്ടും നിരാശയിലേക്ക് വന്നു. ആ നിരാശയിലേക്ക് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിരാശയിലേക്ക് തള്ളിവിട്ട ഒരു കൂട്ടം ആളുകൾ ഏറ്റവും പ്രധാനിയായിരുന്നു കേജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി. ലോക്പാലിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ ലോക്പാൽ ജനങ്ങൾക്ക് നൽകിയ സ്വീകാര്യതയിൽ, അല്ലെങ്കിൽ ലോക്പാൽ ജനങ്ങൾ നൽകിയ സ്വീകാര്യതയിൽ അപ്രതീക്ഷിതമായി വീശിയ ഒരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു കേജ്രിവാൾ എന്ന് പറയുമ്പോൾ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നിലധികം സംസ്ഥാനങ്ങളിലേക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ ഒരു ആശയം. സംശുദ്ധ രാഷ്ട്രീയത്തിന് ജാതി, മത, ഭാഷ, ലിംഗഭേദങ്ങൾക്കപ്പുറം പിന്തുണ നൽകാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇന്ത്യൻ ജനത എന്ന തിരിച്ചറിവിലേക്കാണ് ആ കേജ്രിവാളിൻ്റെ ആ വിജയം നമ്മെ എത്തിച്ചത്. വലിയ ബദൽ ആവശ്യമാണ്. ഇന്ന് നിലനിന്ന് പോകുന്ന വ്യവസ്ഥിതിയോട് ജനങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട്. ആ വ്യവസ്ഥ തച്ചൊടിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കൈക്കരുത്തുകൊണ്ടോ ഭയം കൊണ്ടോ അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് തങ്ങൾ ജയിക്കുന്ന തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്തിയത് കേജ്രിവാളിലൂടെ അല്ലെങ്കിൽ അണ്ണാ ഹസാരിലൂടെ തന്നെ. പക്ഷേ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് ശതമാനം തന്നെ നമ്മളെ അറിയിക്കുന്നത് ആ കാര്യങ്ങൾ. സംശുദ്ധ രാഷ്ട്രീയത്തിന്, പ്രായോഗിക രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്, പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഏറ്റവും നന്നായി ആഗോള മാനങ്ങളുമായി ആഗോള നിലവാരമായി ചേർന്ന് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ആളുകളെയാണ് ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ള ധാരണ, എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവെല്ലാം നമ്മളെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു 2014 കേജ്രിവാളിൻ്റെ മുന്നേറ്റം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മൻസൂർ അലിഖാൻ പട്ടോളിൽ നിന്നും കേജ്രിവാൾ ഇമ്രാൻഖാൻ ആയത് വളരെ ചുരുങ്ങിയ സമയം. ഇ ശ്രീധരനും ശശി തരൂരിനും അണ്ണാമലയ്ക്കും ഒക്കെ ലഭിച്ചിരുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ലഭിച്ചിരുന്ന പിന്തുണ എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിൽ, അവിടെ രാഷ്ട്രീയം ഏത് തന്നെയായാലും സംശുദ്ധമായ ഒരു വ്യക്തിത്വം പ്രായോഗിക തലത്തിൽ സർഗാത്മകമായി ക്രിയാത്മകമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള ജനങ്ങളുടെ ഒരു അതിൻ്റെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. ആ ഒരു മനസ്സാണ് പലപ്പോഴും ഈ വ്യക്തികൾക്ക് ലഭിക്കുന്ന പിന്തുണയിലൂടെ നമ്മൾ കണ്ടത്. അത്തരമൊരു പിന്തുണ തന്നെയാണ് കേജ്രിവാളിന് ലഭിച്ചത്. മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഈ വോട്ടുകൾ തന്നെയാണ് ബി ജെ പിയുടെ വോട്ടുകളായിട്ട് പിൽക്കാലത്ത് മാറുന്നത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകളായി നിൽക്കുന്നത്. ഈ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളുകളുടെ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. മോഡി സൃഷ്ടിക്കുന്ന മിഥ്യാധാരണയിലാവാം, ഇസ്ലാമിക തീവ്രവാദം എന്ന ഭയം കൊണ്ടാവും, എന്ത് തന്നെ ആയാലും പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം ആളുകളുടെ വോട്ടുകൾ ഒരു മതരാഷ്ട്രവാദം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംശുദ്ധമായ രാഷ്ട്രീയം വരുമ്പോൾ, സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം വരുമ്പോൾ മതമടക്കമുള്ള വിഷയങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുമെന്നും ഇപ്പോൾ നമുക്ക് ആവശ്യം കറകളഞ്ഞ വ്യക്തിത്വങ്ങളെയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ലഭിച്ചതും. കേജ്രിവാൾ ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരെ അധപ്പതിച്ചപ്പോൾ ഈ വോട്ടുകളെല്ലാം കേജ്രിവാൾ നഷ്ടപ്പെട്ടു. കേജ്രിവാൾ നടത്തിയ അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ നടത്താതിരുന്ന അഴിമതിയെക്കുറിച്ചോ ഉള്ളതല്ല വിഷയം എന്ന് പറയുന്നത്
ഒരു ബദൽ എന്നുള്ള രാഷ്ട്രീയ ആശയം ആഗോളതലത്തിൽ എല്ലാ സമൂഹങ്ങളിലും ഇത്തരം ആശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ യുക്രൈൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ 100% രാഷ്ട്രീയക്കാരനാവേണ്ടില്ല, 20% രാഷ്ട്രീയക്കാരനായാൽ മതി. നിങ്ങൾക്ക് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുമോ? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അത് നേരത്തെ പറഞ്ഞ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കാൻ തയ്യാറാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുവരുന്നു. അവിടെയാണ് കെജ്രിവാളിൻ്റെ പരാജയം ആരംഭിച്ചതും അവിടെയാണ് ആ വോട്ടുകൾ BJPയിലേക്ക് വന്നത്. ആ വോട്ടുകളാണ് വീണ്ടും രണ്ടാമത്തെ BJP 2014 BJP 2024 എത്തുമ്പോഴേക്കും മോഡി എന്ന വ്യക്തിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചുരുങ്ങുകയും വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ മതവിഷയങ്ങളുമായി ബന്ധപ്പെട്ട പലപ്പോഴും പ്രകോപനപരമെന്ന് 100% പറയാവുന്ന പ്രസ്താവനകളിലേക്ക് BJP രാഷ്ട്രീയം ചുരുങ്ങുകയും ചെയ്തോടെ ഈ വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെടും, കെജ്രിവാളിലേക്ക് എത്തും, അല്ലെങ്കിൽ കെജ്രിവാൾ എന്ന രാഷ്ട്രീയ ബദലിലേക്ക് എത്തും എന്നൊരു ധാരണയിൽ നിന്നുകൊണ്ടാണ് കെജ്രിവാൾ വീണ്ടും ശത്രുവായി മാറുന്നത്. നേരത്തെ പറഞ്ഞ കെജ്രിവാൾ എന്ന വ്യക്തിയല്ല, കെജ്രിവാൾ എന്ന ബദലാണ്. ആ ബദലിനെ കെജ്രിവാൾ വഞ്ചിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ രാഷ്ട്രീയ ബദൽ കുറച്ച് വ്യക്തികൾക്കപ്പുറം കൂടുതൽ വ്യക്തികൾക്കും കൂടുതൽ സാധ്യതകളിലേക്കും ഏറ്റവും മികച്ചത് ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന ജനങ്ങളുടെ പ്രസ്താവനകളിലേക്കും അതിൽ ജനങ്ങൾക്ക് അധികാരം ലഭിക്കുന്ന സാധ്യതയിലേക്കും ലോകമെമ്പാടും മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു മൂന്നാമത്തെ ആൾ, ജനാധിപത്യത്തിൽ മൂന്നാമത്തെ ആളായിട്ട് കെജ്രിവാൾ മാറുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കർഷകർക്കും അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തിൻ്റെ തെളിവുകളിൽ ഒന്നാണ് കെജ്രിവാൾ നരേന്ദ്രമോദി പോരാട്ടം എന്നത്. ഹരിയാനയിലെ BJP NDA ഉപേക്ഷിച്ച് വന്ന നേതാക്കൾ കാണിക്കുന്നത് കർഷക വോട്ടുകൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യം. കെജ്രിവാൾ BJPക്കുണ്ടാക്കുന്ന അസ്വസ്ഥത അഭ്യസ്തവിദ്യരായ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളുകളുടെ വോട്ടുകൾ BJPയിൽ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയാണ്. ഈ രണ്ടു പേരും ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിക്ക് കനപ്പെട്ട സംഭാവന നൽകുന്നവർ, കർഷകരായാലും അഭ്യസ്തവിദ്യരായ ആളുകളായാലും. പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ വനിതകളുടെ വോട്ടുകൾ ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും അല്ലെങ്കിൽ ബീഹാറിലെയും ഒക്കെ ഗുണ്ടാ രാഷ്ട്രീയത്തോടുള്ള മടുപ്പ് കൊണ്ട് മാത്രം ഒരു ബദൽ എന്ന രീതിയിൽ BJPക്ക് ലഭിച്ചിരുന്ന ഒരുപാട് വോട്ടുകൾ ഇന്ന് BJP നിൽക്കുന്നത് മോഡി എന്ന ഒറ്റ വ്യക്തി കൊണ്ട് മാത്രമാണ്. അതൊരു കുമളയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അതെല്ലാം ആം ആദ്മി പാർട്ടിയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആം ആദ്മി പാർട്ടി എന്നാൽ താനാണ് എന്നുള്ള കെജ്രിവാളിൻ്റെ ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബദൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇടം കെജ്രിവാൾ ഇല്ലാതെയാക്കുന്നത്. ഒരു ജനതയുടെ പ്രതീക്ഷയായി മാറിയിട്ടുന്നൊരു ബദലിനെയാണ് താൻ പ്രതിനിധീകരിച്ചതെന്നും താനില്ലെങ്കിൽ ഇല്ലാതാകുന്നതല്ല ഈ ബദലെന്നും അത് ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണെന്നും തിരിച്ചറിയാതെ പോയയിടത്തായിരുന്നു കെജ്രിവാളിൻ്റെ പരാജയം. ആ പരാജയം, ആ പിഴവ് തിരിച്ചറിയാൻ കെജ്രിവാളിന് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ജാമ്യത്തിലൂടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റം. അത് ഉദ്ധവ് താക്കറെയുടെ കാര്യമാവാം, ശരത് പവാറിൻ്റെ കാര്യമാവാം, MK സ്റ്റാലിൻ്റെ കാര്യമാവാം. ഇതെല്ലാം പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പ്രതിനിധിയായി തമിഴ്നാട്ടിൽ BJPയുടെ നിയന്ത്രണം ഏറ്റെടുത്ത അണ്ണാമലൈ പോലും പൂർണ്ണമായൊരു പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. BRS ആയി നമ്മൾ കണ്ടിരുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ആ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രാദേശിക ഭാഷാ വികാരങ്ങളെയോ പ്രാദേശിക ദേശീയതയോ ഉത്തേജിപ്പിച്ച് തന്നിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും ഒരു സമൂഹത്തെ ചുരുക്കുന്ന രാഷ്ട്രീയത്തോട്
കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു 2 പതിറ്റാണ്ട് മുമ്പുള്ള ആളുകൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഇന്ന് ലഭിക്കുന്നു. കൂടുതൽ വനിതകൾ ശാക്തീകരിക്കപ്പെടുന്നു. കൂടുതൽ സാങ്കേതിക വിദ്യകൾ ലഭിക്കുന്നു. ഇന്ത്യയിലെ പാവപ്പെട്ടവനായി തന്നെ തുടരുമ്പോഴും വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ നേരിയ വർധനയെങ്കിലും കാണാൻ കഴിയും. അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മികവല്ല, കാലപ്രയാണത്തിൽ സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം പ്രാദേശിക രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ മടുപ്പിന് കാരണമാണ്. എൻ്റെ നാട്ടിലത് ഗുണ്ടാ രാഷ്ട്രീയമാണ്, എവിടേക്കെങ്കിലും പോകട്ടെ എന്ന് വിചാരിച്ച് നാട് വിടുകയാണ്. ആ നാട് വിട്ട് പോകാൻ ഇപ്പോൾ കൂടുതൽ വഴികളുണ്ട്. ഒരു 4 പതിറ്റാണ്ട് മുമ്പ് ബസ്സോ ട്രെയിനോ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് കാറുണ്ട്, പ്ലെയിൻ വരെയുണ്ട്. അപ്പോൾ കുറച്ച് വ്യക്തികൾക്കും കുറച്ച് ആശയങ്ങൾക്കും ദുർബലമായ ഇടുങ്ങിയ ആശയങ്ങൾക്ക്, പ്രാദേശിക അതിരിൽ ചുരുങ്ങുന്ന ആശയങ്ങൾക്ക്, ഇന്ത്യ എന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയാത്ത, ഇന്ത്യ എന്ന വിശാലതയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഇടുങ്ങിയ ആശയങ്ങൾക്ക് വലിയ പരാജയം സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തോടുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുന്നത്. ആ മാറ്റങ്ങളുടെ ഒരു പ്രതിനിധിയാവാൻ കെജ്രിവാളിന് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ മാറ്റങ്ങൾ വരികയാണ്. മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തോടുള്ള മാനസികമായ പൊരുത്തത്തിൻ്റെ പേരിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടുള്ള മാനസികമായ അടുപ്പത്തിൻ്റെ പേരിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ഒരു തലമുറ ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 2-3 പതിറ്റാണ്ടിൽ അത് പൂർണ്ണമായി ഇല്ലാതാവുക തന്നെ ചെയ്യും. അത്തരമൊരു ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന ആശയത്തിന് എങ്ങനെ സ്വയം പുനരുജ്ജീവിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കോൺഗ്രസ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് BJPയുടെ സ്ഥിതി. ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള ഒരു പേടിയുടെ ബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തീവ്ര ഹൈന്ദവ ആശയങ്ങൾക്ക് ബ്രിജ്ഭൂഷണെയും ഒക്കെ ചേർത്ത് നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മോഡിക്ക് ശേഷമുള്ള രാഷ്ട്രീയമുണ്ടാകും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ബദൽ, 3ാമത്തെ ഇടം, അല്ലാതെ അത് 3ാമത്തെ ഇടം 4ാമത്തെയോ 5ാമത്തെ ഇടമായി മാറേണ്ടതിൻ്റെ ആവശ്യകത ഇന്ത്യൻ സമൂഹം തിരിച്ചറിയുന്നു. ഇന്ത്യൻ സമൂഹം തിരിച്ചറിഞ്ഞു എന്നും തനിക്ക് ലഭിക്കുന്നത് താഴ്ന്ന വ്യക്തികളുടെ പിന്തുണയല്ല എന്നും തിരിച്ചറിയാണ് നേരത്തെ പറയുന്നത്. ആ ഔന്നത്യം, ആ മാന്യത കെജ്രിവാൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടത്. ബദൽ രാഷ്ട്രീയം. ആ ബദൽ രാഷ്ട്രീയം ഒരു വലിയ സമ്മർദ്ദം ജനപ്രതികൾ സൃഷ്ടിക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് സമ്മർദ്ദമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. സ്റ്റാലിനെയും പിണറായിയും പോലെ ഉള്ള ആളുകൾ പോലും പ്രധാനമന്ത്രി മോഹം വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നേതൃനിലയിലേക്ക് കെജ്രിവാൾ വരികയാണ്. ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ എന്ന് പറയാവുന്ന കെജ്രിവാളിൻ്റെ നീക്കങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ നേതൃത്വം തനിക്ക് ലഭിക്കുമെന്ന തിരിച്ചറിവുണ്ട്. നേരത്തെ പറഞ്ഞ 3ാമത്തെ ബദലിലേക്ക് കെജ്രിവാളിന് പോകണമെങ്കിൽ ഒരു പ്രാദേശിക നേതാവിൽ നിന്ന് ഏകദേശം ദേശീയ നേതാവിലേക്ക് വളരാനുള്ള സാഹചര്യം നരേന്ദ്രമോദി തന്നെ ഒരുക്കി തന്ന സ്ഥിതിക്ക് ആ ഒരു വലിയ തിരിച്ചറിവ് കെജ്രിവാളിനുണ്ടാവേണ്ടി, തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, ബദലുകളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനതയോടുള്ള തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കെജ്രിവാൾ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഇന്ത്യ മുന്നണി വീണ്ടും നരേന്ദ്രമോദിക്ക് പ്രതീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ NDAക്ക് പ്രതീക്ഷ നൽകുന്നത്. കാരണം തന്നെക്കാളും തൻ്റെ മകനേക്കാളും മികച്ചതാണ് എന്ന തിരിച്ചറിവിൽ മാത്രം ശശി തരൂരിനെ പിൻനിരയിലേക്ക് തള്ളിയിട്ട സോണിയാഗാന്ധിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം പ്രധാനമന്ത്രി കുപ്പായം തുന്നിച്ച് വെച്ചതുകൊണ്ട് മാത്രം ഒരു മുന്നണിയുടെ ഭാഗമായ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമായി ഇന്ത്യ മുന്നണിയിൽ കെജ്രിവാളിന് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു നേതാവെന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ കെജ്രിവാളാണ്. ദേശീയ നേതാവ്, പ്രാദേശിക അതിരുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ദേശീയ നേതാവെന്ന് പറയാൻ കഴിയുന്നത് കെജ്രിവാളിന് മാത്രം. അതുമാത്രമല്ല, ഇപ്പോൾ BJPക്ക് ലഭിക്കുന്ന ഒരു വലിയ കൂട്ടം വോട്ടുകൾ കെജ്രിവാളിന് സ്വന്തമാക്കാൻ കഴിയും. അത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും
വിശ്വാസമില്ലായ്മയെക്കുറിച്ചും നന്നായി അറിയുന്ന നരേന്ദ്രമോദി വലിയൊരു പ്രതീക്ഷ വച്ചുകൊടുക്കുമെന്ന് നമ്മൾ നിശ്ചയമായും കരുതേണ്ടിയിരിക്കുന്നു. കാരണം AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും മുതൽ KC വേണുഗോപാലും രാഹുൽ മാങ്കോട്ടത്തിലും വരെയുള്ള നേതാക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നത്. ആ സാധ്യത തന്നെയാണ് ഇന്ന് ഇന്ത്യ മുന്നണിയും നരേന്ദ്രമോദിക്ക് നൽകുന്നത്. രാഷ്ട്രീയ അധികാരമോഹിയാണ് കെജ്രിവാൾ എന്നുള്ളത് നമുക്ക് നിസ്സംശയമായും അറിയുന്നത്. ഇപ്പോൾ തനിക്ക് ദേശീയ തലത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രാധാന്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കിയുള്ള അവകാശവാദമായി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ശേഷമോ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തു തന്നെയായാലും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം കെജ്രിവാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രധാനമന്ത്രി സ്ഥാനമോഹികളുടെ പിന്തുണ NDA തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ കെജ്രിവാൾ തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത്. ആ മൂന്നാം ബദലിനെയാണ് താൻ പ്രതിനിധീകരിക്കുന്നത്. താൻ കോൺഗ്രസിനെയോ BJPയോ അല്ല എന്ന തിരിച്ചറിവിലേക്ക് കെജ്രിവാൾ എത്തിയിട്ടുണ്ട്. കാരണം കെജ്രിവാൾ മോഹഭംഗം സംഭവിച്ച ഒരുപാട് ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം നൽകേണ്ട ഒരു ബദലാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയ നേതാക്കൾ മുഴുവൻ ഏകാധിപതികളായി പരിണമിച്ച ചരിത്രമാണ് ലോകത്തെ ഏറ്റവും ചുരുങ്ങിയത് 90% ആളുകൾക്കും പറയാനുള്ളത്. അവിടെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വേറിട്ടുന്നത്. കോൺഗ്രസ് ഒരു മഹത്തായ ആശയമായി നിലനിന്നതും അവിടെ. ആ കോൺഗ്രസിനെയാണ് സോണിയാഗാന്ധി തന്നിലേക്ക് ചുരുക്കിയതും ഇന്ന് KC വേണുഗോപാലും DK ശിവകുമാറും അടക്കമുള്ളവർ ചേർന്ന് പൊതുനിരത്തിൽ ബലാത്സംഗം ചെയ്തു. മാനഭംഗപ്പെടുത്തപ്പെട്ട കോൺഗ്രസ് ഒരു മൂന്നാമത്തെ ബദലായി, അല്ലെങ്കിൽ കോൺഗ്രസിന് സമാനമായ ഒരു ജനാധിപത്യ സംവിധാനം മൂന്നാമത്തെ ബദലായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് കെജ്രിവാൾ ഏറ്റെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും മോഡിക്ക് യോജിച്ചൊരു രാഷ്ട്രീയ എതിരാളിയാണ് കെജ്രിവാൾ എന്നുള്ളത് തന്നെ. ഇംഗ്ലീഷിൽ നമ്മൾ പീക്കിംഗ് ടു ഏർലി എന്നൊക്കെ പറയുന്നത് പോലെ എതിരാളിയില്ലാത്ത അവസ്ഥയിലേക്ക്, ഇനിയൊന്നും തെളിയിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക്, വലിയൊരു ശൂന്യതയിലേക്ക് BJP വളരെ നേരത്തെ എത്തി എന്നതാണ് BJPയുടെ വലിയ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാം. ഏറ്റവും ആദ്യം ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി ഏറ്റവും മികച്ച ഫോമിൽ ലോക ചാമ്പ്യൻഷിപ്പിലെത്തിയ ടീമുകൾ ആ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ തോറ്റു പുറത്താവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോക ഫുട്ബോൾ ആവാം, ഏതെങ്കിലും അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആവാം. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് BJP നിന്ന് കടന്നു പോകുന്നത്. രാമക്ഷേത്രം ഉദ്ഘാടനത്തിൻ്റെ സമയം ശരിയായില്ല എന്നൊരു പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിലകം നീണ്ടുപോകുന്ന തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന നേതാവില്ലാതെ വിഷമിച്ചു പോയ ഒരു മുന്നണിയിലേക്ക് കെജ്രിവാൾ എത്തുന്നത്. എതിരാളികളെ തനിക്ക് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി നരേന്ദ്രമോദി ഉപയോഗിച്ചെടുത്തതെന്ന് കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു ഊർജ്ജം ലഭിച്ചത് നമുക്ക് പറയാൻ കഴിയും. ഒരു പ്രാദേശിക നേതാവായി ചുരുങ്ങുമായിരുന്ന ഒരു വ്യക്തിയെ ദേശീയ നേതാവായി ഉയർത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. അത് തിരിച്ചറിയാൻ, ആ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയേണ്ടിയിരിക്കുന്നു. ഒരു ബദൽ, ഒരു മൂന്നാമത്തെ ബദൽ, ഒരു മൂന്നാമത്തെ സാധ്യത എന്നുള്ള ജനാധിപത്യമായ ഇന്ത്യക്കാരൻ്റെ ആവശ്യത്തോട് ആ ആവശ്യത്തെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാവേണ്ടിയിരുന്നു. വലിയൊരു മാറ്റത്തിന് നാന്ദി കുറിക്കട്ടെ. ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് അവസരങ്ങളാണ്, സാധ്യതകൾ. ഇല്ലാതായിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത്, ഇതിന് തിരിച്ചറിവ് ഇല്ല എന്ന് തോന്നുന്ന സമയത്ത്
അവകാശങ്ങളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു തലമുറ, ഒരു ജനത ഉയർന്നു വരുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാവാം, ഇറാനിലെ നർഗീസ് മുഹമ്മദി ആവാം. അതെല്ലാം കാണിക്കുന്നത് അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനത ഉയർന്നു വരുന്നു എന്നുള്ളതും ഉയർന്നു വരും എല്ലാ കാലത്തും എന്നുള്ളതും. അതിൻ്റെ ആ ഒരു നിയോഗം മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും തനിക്ക് ജനാധിപത്യം നൽകിയ ആ അവസരം പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള ഒരു ഔന്നത്യം, ആ ഔന്നത്യം കേജ്രിവാൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ടൈഗർ പട്ടോടി ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇമ്രാൻഖാൻ ആവാതിരിക്കട്ടെ, മൂന്നാമത്തെ ആൾ ഇന്ത്യ മാറട്ടെ.